നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്ക് നല്ല നിരാശയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. സാരമില്ല, ഇനിയും ഒരുപാട് തോൽക്കാനുള്ളതല്ലേ. അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് കൂട്ടിയാ മതി. ഇത് ജാമ്യം കിട്ടിയതുകൊണ്ട് എല്ലാം നേടിയെന്നാണോ നീ വിചാരിക്കുന്നത്? അയ്യോ, അങ്ങനൊരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ഇനിയും എത്രയോ കടമ്പകൾ കടക്കാനിരിക്കുന്നു. അതൊക്കെ കടക്കും. ഇനി അങ്ങോട്ട് ജയത്തിന്റെ പരമ്പര വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ജയിക്കുന്നു പറഞ്ഞാ അതിന്റെ അർത്ഥം നീ തോൽക്കുന്നു എന്നാണല്ലോ. എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് നിന്റെ ആഗ്രഹമല്ലേ. എന്ത് ചെയ്യാം, നടക്കില്ല. ഇതൊരു തുടക്കം മാത്രമാടി. അവസാനം എന്താണെന്നറിയോ? നിന്റെ കഴുത്തി കിടക്കുന്ന ആ താലിയില്ലേ, അതും ഞാനങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ഇത് വെച്ചതുപോലെ എന്റെ ബാഗിനുള്ളിൽ വയ്ക്കും. ഇത് അമ്മയുടെ താലിമാലയല്ലേ? അതെ. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്ന്? മോഷ്ടിച്ചതൊന്നുമല്ല, വക്കീലിന് കൊടുക്കാൻ ഫീസ് ഇല്ലാതെ വന്നപ്പോ എടുത്തു തന്നതാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ചന്ദ്രേ, ഈ മാല നീ എനിക്ക് തിരിച്ചു തരണം. നിനക്ക് എത്ര കാശ് വേണേലും ഞാൻ തരാം. നിനക്കെന്തിനാ ഈ മാല? ഇത് അച്ഛൻ ഇട്ടുകൊടുത്ത മാലയാ. ഇതിന് അതിൻ്റെതായ പവിത്രതയില്ലേ? ആദ്യ ചത്ത് കിടക്കയില്ലടിയാ മനുഷ്യൻ. കുറച്ചു കഴിഞ്ഞാ മുഴുവനായിട്ടും അങ്ങ് ചാവും. അപ്പൊ പിന്നെ എന്തിനാ ഈ മാല? അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ എഴുന്നേറ്റ് വരും. അത് നിന്റെ മറ്റൊരു വ്യാമോഹം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിനക്ക് തോന്നുന്ന അടുപ്പൊന്നും അമ്മയ്ക്ക് ഈ മാലയോട് തോന്നുന്നില്ല. ഇതിട്ടു കൊടുത്ത ആള് ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുകയാണെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാ ഒരു വിഷമവും ഇല്ലാതെ അമ്മ ഇത് ഊരി തന്നത്. ചന്ദ്ര, വാശികളെ. നിനക്ക് കാശല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. പകരം ഈ മാല എനിക്ക് തിരിച്ചു തരണം. സൗകര്യമില്ല. ഇത് എന്റെ കൈ തന്നെ ഇരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ ഈ മാല അതും ഞാൻ ഊരിയെടുക്കും. ഈ മാല ഒരു പ്രതീകമാടി. നീയും നിന്റെ അച്ഛനും തോൽക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ ലക്ഷണമായത്. ആ, നിന്റെ കഴുത്തിലെ ഈ മാല അഴിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ഞാനത് കാണാൻ വരും. ഒറ്റയ്ക്കല്ല, കൂടെ സിദ്ധു ഉണ്ടായിരിക്കും. ചന്ദ്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുങ്ങിയിരുന്നോ, നിന്റെ നല്ല കാലം ഇന്നത്തോടെ തീർന്നു. അച്ഛാ, സുഖാണോ? അതെ, ശരത്തിന് ജാമ്യം കിട്ടി. ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടി അതങ്ങ് വാങ്ങിക്കൊടുത്തു. അതിന് പകരം അച്ഛന്റെ ഭാര്യ ഫീസായിട്ട് എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് അറിയോ? ദാ കണ്ടോ? അച്ഛൻ പണിയിച്ചു കൊടുത്ത താലിമാല.